ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും NIOS+2 ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫിസിക്സിലെ 18th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 5ൽ വരുന്ന 18th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമ്മൾ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ് ഇത്രയും ദിവസം പഠിച്ചിരുന്നത്. നമുക്ക് എന്താണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ്. ഇലക്ട്രിക് കറണ്ടിന് വരുന്ന മാഗ്നറ്റിക് എഫക്റ്റിനെ കുറിച്ചാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനു മുന്നേ നമുക്ക് എന്ത് മനസ്സിലാക്കണം? മാഗ്നറ്റിസം എന്താണ് മാഗ്നറ്റിസം എന്ന് മനസ്സിലാക്കണം. സോ ചാപ്റ്ററിൻ്റെ പേര് മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? മാഗ്നറ്റ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. മാഗ്നറ്റുകളെയും, മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാന്തങ്ങളെയും അവയുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ചുമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ദ പീസസ് ഓഫ് നാച്ചുറലി ഒക്കറിങ് മാഗ്നറ്റൈറ്റ് ആർ കാൾഡ് നാച്ചുറൽ മാഗ്നറ്റ്സ്. എന്താണ് നാച്ചുറലി? നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന മാഗ്നറ്റൈറ്റ്, ചെറിയ ചെറിയ മാഗ്നറ്റിൻ്റെ ഗുണമുള്ള, മാഗ്നറ്റിനെ പോലെയുള്ള ചെറിയ പീസസ് ഓഫ് മാഗ്നറ്റൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന മാഗ്നറ്റിനെയാണ് നമ്മൾ നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയുണ്ടാവും. നമ്മൾ ഈ മണ്ണിലൊക്കെ ഒരു പേപ്പറിൽ മാഗ്നറ്റ് വെച്ചിട്ട് നമ്മൾ മണ്ണിൽ ഇങ്ങനെ ആക്കുമ്പോൾ എന്താവും? അതിൽ കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും കറുപ്പ് കളറിലിങ്ങനെ. അവയാണ് നമ്മൾ നാച്ചുറൽ മാഗ്നറ്റിനൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നാച്ചുറൽ മാഗ്നറ്റ്സ് ആർ വീക്ക്. നാച്ചുറൽ മാഗ്നറ്റ്സ് എന്താണ്? വളരെ വീക്കാണ്. അവയുടെ കാന്തിക ശക്തി എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ബട്ട് മെറ്റീരിയൽസ് ലൈക്ക് അയൺ, നിക്കൽ, കൊബാൾട്ട് മേ ബി കൺവേർട്ടഡ് ഇൻ ടു സ്ട്രോങ് പെർമനൻറ്റ് മാഗ്നറ്റ്സ്. പക്ഷേ അയണ്, നിക്കൽ, കൊബാൾട്ട് ഇവയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള സ്ട്രോങ് മാഗ്നറ്റായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. ആൾ മാഗ്നറ്റ്സ്, നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ, ഹാവ് സെയിം പ്രോപ്പർട്ടീസ്. എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ള മാഗ്നറ്റ്സ് ആവട്ടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാഗ്നറ്റ്സ് ആവട്ടെ, അവയ്ക്കെല്ലാം എന്തായിരിക്കും? പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. അവയുടെ എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. നാച്ചുറൽ മാഗ്നറ്റ്സ് എന്തായിരിക്കും? ഒന്നുകൂടെ വീക്കായിരിക്കും. എന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നാച്ചുറൽ മാഗ്നറ്റ്സ് ആയിട്ടുള്ള അയൺ, കൊബാൾട്ട്, നിക്കൽ ഇവയെല്ലാം നമുക്ക് സ്ട്രോങ് മാഗ്നറ്റ്സ് ആയിട്ട് മാറ്റാനും കഴിയും. ഇനി നമുക്ക് അവയുടെ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി നോക്കാം. എങ്ങനെയാണ് അവയുടെ പ്രോപ്പർട്ടി നോക്കാം. എ സ്മാൾ ബാർ മാഗ്നറ്റ് വെൻ സസ്പെൻഡഡ് ഫ്രീലി ഓൺ ഇറ്റ്സ് സെൻറ്റർ ഓഫ് മാസ് so as rotate about a vertical axis always stays in approximately geographical north-south direction. എന്താണ് പറയുന്നത്? ഇത് ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? നമ്മളൊരു ബാർ മാഗ്നറ്റ് മനസ്സിലായില്ലേ? ഇങ്ങനെ നോർത്ത് പോളും സൗത്ത് പോളും ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു റെഡ് കളറിലും ബ്ലൂ കളറിലും ഉള്ളൊരു ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാർ പോലെ, ഇപ്പോൾ സോപ്പ് ബാറൊക്കെ പോലെയുള്ള നീളത്തിലുള്ള ഒരു മാഗ്നറ്റ്. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ നമ്മളൊരു ത്രെഡ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ തൂക്കി പിടിക്കുകയാണെങ്കിൽ, സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ അവിടെ നമ്മളൊരു ത്രെഡ് യൂസ് ചെയ്ത് വെച്ചാൽ അത് ഒരു വെർട്ടിക്കൽ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യും. അത് കാണിക്കുന്നത് എന്തായിരിക്കും? അതെപ്പോഴും ജിയോഗ്രാഫിക്കലായിട്ടുള്ള നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അത് നിൽക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ബാർ മാഗ്നറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ, ഏത് ദിശയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ബാർ മാഗ്നറ്റ്സ് ഇതുപോലെ തൂക്കി വെക്കും. അപ്പോൾ അത് എപ്പോഴും എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞാൽ അധികവും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അത് നിൽക്കുന്നത്. അതാണ് അതിൻ്റെ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നറ്റ്സിൻ്റെ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി നോക്കാം.
A magnet attracts small pieces of magnetic materials like iron, nickel and cobalt. എങ്ങനെയുള്ളവയാണ് മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുന്നത്? ചെറിയ പീസ് ഓഫ് അയണോ നിക്കലോ കൊബാൾട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? അട്രാക്റ്റ് ചെയ്യാം. മാഗ്നറ്റ് എന്തിനൊക്കെ അട്രാക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയുന്നതല്ലേ. രണ്ടാമത്തെ പോയിന്റ്, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് മാക്സിമം അറ്റ് പോയിന്റ്സ് നിയർ ദി എൻഡ്സ് ഓഫ് ദി മാഗ്നറ്റ്. അട്രാക്ഷൻ മാക്സിമം എപ്പോഴായിരിക്കും? അവയുടെ എൻഡ് സൈഡ്, രണ്ടിൻ്റെയും അറ്റത്തിൻ്റെ, നോർത്ത് പോളിൻ്റെയോ സൗത്ത് പോളിൻ്റെയും അറ്റത്തുള്ള ആ മാഗ്നറ്റിൻ്റെ രണ്ടറ്റങ്ങളിലുമായിരിക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതൽ ഉണ്ടാകുന്നത്. ദിസ് പോയിന്റ്സ് ആർ കാൾഡ് പോൾസ് ഓഫ് ദി മാഗ്നറ്റ്. അതെ, ആ രണ്ട് എൻഡ് പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒരു മാഗ്നറ്റിൻ്റെ പോൾസ്. രണ്ട് പോളുണ്ട് ഒരു മാഗ്നറ്റിന്. ഏതൊക്കെയാണ്? നോർത്ത് പോളും സൗത്ത് പോളും. The pole which points toward the geographical north is called north pole. എന്താണ് പറയുന്നത്? ജിയോഗ്രഫിക്കലി നോർത്ത് സൈഡിലേക്ക് കാണിക്കുന്ന ആ ഒരു പോളിനെ നമുക്ക് എന്ത് പറയാം? നോർത്ത് പോൾ എന്ന് പറയാം. അടുത്ത പോയിന്റ്, the one which point towards the geographical south is called south pole magnetic field lines. എന്താണ്? സൗത്ത് ഡയറക്ഷനിലേക്കായിട്ടുള്ളതിന് നമ്മൾ ആ ഒരു പോയിന്റിനെ പറയും സൗത്ത് പോൾ എന്ന് പറയും. നോർത്ത് ഡയറക്ഷനിലേക്കുള്ള പോയിന്റിനെ നോർത്ത് പോൾ എന്നും പറയും. എന്താണ് അപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും? മനസ്സിലായില്ലേ? ഇതൊക്കെ ബേസിക്സ് ആണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാവും. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാവും ഈ മാഗ്നറ്റിൻ്റെ ഇത്രയും പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം. നമുക്ക് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മാഗ്നറ്റ്സ് ഓർ a magnet and a piece of iron, essentially representation at a distance. This can be understood in terms of magnetic field. എന്താണ് പറയുന്നത്? രണ്ട് മാഗ്നറ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റോ ഒരു അയണോ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ആവശ്യമുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഒരു മാഗ്നറ്റിൻ്റെ സ്വാധീന മേഖല. ഒരു മാഗ്നറ്റ് അതുകൊണ്ടുണ്ടാക്കുന്ന സ്വാധീന മേഖലയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മളൊരു മാഗ്നറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവയുടെ എത്ര ദൂരത്ത് വെച്ചാലാണ് ഒരു അയണിനെ, ഒരു അയൺ പോലെയുള്ള മാഗ്നറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റോ ഒരു മാഗ്നറ്റിൽ നിന്നും എത്രത്തോളം ദൂരത്ത് വെച്ച് കഴിഞ്ഞാലാണോ അത് അട്രാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ ആണ് ആ ഒരു മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതാണ് ആ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡെഫിനിഷനാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ചാർജ്, കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു പോയിൻ്റ് ചാർജ് ആണെങ്കിൽ ആ ഒരു പോയിൻ്റ് ചാർജിൻ്റെ സ്വാധീന മേഖലയാണ്, അതിൻ്റെ എഫക്റ്റ് അനുഭവപ്പെടുന്ന ആ ഒരു മേഖലയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിൻ്റെ സ്വാധീന മേഖലയാണ് നമ്മൾ എന്ത് പറയുക? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താ? ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ ബി അറ്റ് എനി പോയിന്റ് ഈസ് ഗിവൺ ബൈ ദി ടാൻജൻറ്റ് ടു ദ ഫീൽഡ് ലൈൻ അറ്റ് ദാറ്റ് പോയിന്റ്. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ആ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ ബി എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അത് ഏതൊരു പോയിന്റിൽ വെച്ച് നോക്കുകയാണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ആ പോയിന്റിൽ നിന്നും ഫീൽഡ് ലൈൻ എന്തായിരിക്കും? ടാൻജൻ്റ് ആയിരിക്കും എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. അടുത്തത് പോയിന്റ്, ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ദാറ്റ് പാസ് ത്രൂ യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫേസ് ഹെൽഡ് പെർപെൻഡിക്കുലർ to the lines is proportional to the strength of magnetic field in that region.
Thus, the magnetic field B is large where the field lines are closer together and smaller where they are far apart. എന്താണ് ഈ പോയിന്റ് പറയുന്നത്? ഒരു യൂണിറ്റ് ഏരിയയിലൂടെ മാഗ്നറ്റിക് ഫീൽഡ്സ് പാസ് ചെയ്യുകയാണെങ്കിൽ ആ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ ലൈൻസ് എല്ലാം പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിന്. ആ ഒരു റീജിയണിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിന് ഈ പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് നമ്മളൊരു യൂണിറ്റ് ഏരിയയിൽ പെർപെൻഡിക്കുലറായിട്ട് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിന് പ്രൊപ്പോർഷണലാണ്? സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആ റീജിയണിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസർ ആയിട്ടുള്ള ഭാഗത്ത് ലാർജും സ്മാളർ ആയിട്ടുള്ള ഭാഗത്ത് അവ എന്തായിരിക്കും? ഫാർ അപ്പാർട്ട്, വിട്ടിട്ടുമായിരിക്കും. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അടുത്തടുത്താണ്, ക്ലോസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ് ആണെങ്കിൽ അവയുടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് വളരെ വലുതും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വളരെ സ്മാളാണ്, ചെറുതാണെന്ന്, വളരെ വിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അവയുടെ സ്ട്രെങ്ത് ചെറുതുമായിരിക്കും എന്നാണ് ആ പോയിന്റ് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഔട്ട്സൈഡ് ദി മാഗ്നറ്റ് ദ ഫീൽഡ് ലൈൻസ് റൺസ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ ആൻഡ്. എന്താണ് പറയുന്നത്? ഒരു മാഗ്നറ്റിൻ്റെ പുറം വശം നോക്കുകയാണെങ്കിൽ ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്? നോർത്ത് നിന്നും സൗത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ ഇൻസൈഡ് എന്താണ്? സൗത്ത് പോൾ ടു നോർത്ത് പോൾ ഫോമിങ് ക്ലോസ്ഡ് കർവ്സ്. നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ക്യാനോട്ട് മേക്ക് എനി ക്ലോസ്ഡ് ലൂപ്പ്. ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യില്ല? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിന് എന്തിനുള്ള കഴിവുണ്ട്? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് ചോദിച്ചാൽ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് പോകും. പുറം വശത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിലേക്ക് പോകും. അപ്പോൾ അതെങ്ങനെയാണ്? ഒരു ഇനീഷ്യൽ പോയിന്റിൽ നിന്നും തുടങ്ങിയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും? ഇനീഷ്യൽ പോയിന്റിലേക്ക് തന്നെ എത്തും. അവയൊരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അടുത്തത് എന്താണ്? ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ക്രോസ് ഈച്ച് അതർ. എന്താണ്? രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യില്ല? ഒരിക്കലും കൂട്ടിമുട്ടില്ല, ക്രോസ് ചെയ്ത് പോകില്ല എന്നാണ് പറയുന്നത്. ഇത്രയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസ്. ഒരു മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി വരുന്നത്. ഇതെന്തായാലും പഠിച്ചു വെക്കുക, എക്സാമിന് വരും. ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ബാർ മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. അവയുടെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കും സൗത്ത് പോളിൽ നിന്നും ഔട്ടർ സൈഡിൽ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക്, ഇന്നർ വരുമ്പോഴോ സൗത്തിൽ നിന്നും നോർത്തിലേക്ക്. അങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. പിന്നെ എന്താണ്? നമ്മൾ രണ്ട് സർഫേസ് കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തിന്നാണെന്നുണ്ടെങ്കിൽ, അടുപ്പിച്ചാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സ്ട്രെങ്ത് കൂടുതലും വലുതും. എന്നാൽ അവ വിട്ടാണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് കുറവായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അതാണ് ഈ ഫിഗർ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. മാഗ്നറ്റിസവും ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള ബേസിക് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ആൻ ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട്
ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സൗത്ത് പോൾ ടു നോർത്ത് പോൾ, സൗത്ത് പോൾ ഇങ്ങോട്ടും നോർത്ത് പോൾ ഇങ്ങോട്ടുമാണ് വരുന്നത്. ഇവിടെ കറണ്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇത് റൊട്ടേറ്റ് ചെയ്യും. എന്ത് ചെയ്യും? പോസിറ്റീവ് ഇവിടെയും നെഗറ്റീവ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സൗത്തിൽ നിന്നും നോർത്തിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇവിടെ നെഗറ്റീവ് സൗത്ത് പോളിൻ്റെ അകത്തും പോസിറ്റീവ് അവിടെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ക്ലോക്ക് വൈസിൽ സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിൻ്റെ അവിടേക്ക് ഒരു മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മാഗ്നറ്റിൻ്റെ റൊട്ടേഷൻ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വരിക. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് കറണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ലോ ആണ് ബയോട്ട് സവാർട്സ് ലോ. ആ ലോ നമുക്കൊന്ന് വിശദീകരിച്ച് പഠിക്കാം. എക്സ്പെരിമെൻറ്റ്സ് ഷോ ദാറ്റ് ദി ഫീൽഡ് ബി ഡ്യൂ ടു ആൻ എലമെൻറ്റ് ഡെൽറ്റ എൽ ഡിപ്പെൻഡ്സ് ഓൺ, എന്താണ് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഒരു കറണ്ട് എലമെൻറ്റ് ഡെൽറ്റ എൽ വരുന്ന ഒരു കറണ്ട് എലമെൻറ്റുമായിട്ട് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ഐ ആണ് എന്ത് വരുന്നത്? ആ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. ലെങ്ത് ഓഫ് ദി എലമെൻറ്റ് ഡെൽറ്റ എൽ ആണ് ആ കറണ്ട് എലമെൻറ്റിൻ്റെ ലെങ്ത് വരുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ഓഫ് ഒബ്സർവേഷൻ പോയിന്റ് പി ഫ്രം ദി എലമെൻറ്റ് ഡെൽറ്റ എൽ. ആ ഒബ്സർവേഷൻ പോയിന്റിൽ നിന്നും കറണ്ട് എലമെൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? സ്ക്വയർ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്, അതിൻ്റെ സ്ക്വയറും ആണ്. ദ ആംഗിൾ ബിറ്റ്വീൻ ദി എലമെൻറ്റ് ആൻഡ് ദി ലൈൻ ജോയിനിങ് എലമെൻറ്റ് ടു ദി ഒബ്സർവേഷൻ പോയിൻറ്റ്. ഇതെന്താണ്? ഇതൊക്കെ എല്ലാം പ്രൊപ്പോർഷണലും ഒബ്സർവേഷൻ പോയിന്റിൽ നിന്നും ആ കറണ്ട് എലമെൻറ്റിലേക്കുള്ള ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ലെങ്ത്തിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ B0 പ്രൊപ്പോർഷണൽ ടു ഐ കറണ്ടിന് പ്രൊപ്പോർഷണലാണ്, ലെങ്ത്തിന് കറണ്ട് എലമെൻറ്റിൻ്റെ ലെങ്ത്തിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഡെൽറ്റ എൽ ആംഗിളിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ സൈൻ തീറ്റ. പിന്നെ എന്താ പറഞ്ഞത്? സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് B0 എന്ത് കൊടുക്കാം? ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് μ0/4π എന്നൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കാം. ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഇതാണ് ബയോട്ട് സവാർട്സ് ലോൻ്റെ ഇക്വേഷൻ വരുന്നത്. നമുക്ക് ബയോട്ട് സവാർട്സ് ലോ ചോദിച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് ഈ ഡെൽറ്റ B0 പ്രൊപ്പോർഷണൽ ടു ഐ ഡെൽറ്റ എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ കൊടുക്കാം. അല്ലെങ്കിൽ μ0/4π ഈക്വൽ ടു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ കൊടുക്കാം. ഡെൽറ്റ B0 ഈക്വൽ ടു μ0/4π ഇൻറ്റു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം? ഇത് കൊടുക്കണം. Magnetic field B due to an element delta L directly proportional to current flowing through the conductor I, length of the element delta I, പിന്നെ inversely proportional to square of the distance of observation of point P from the element delta L, and directly proportional to angle between the element and the line joining element to the observation point. ഇത്രയും പോയിന്റ്സ് എഴുതി വെക്കാം. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ എഴുതാം. രണ്ടും എഴുതിയാലും എന്താണ്? സെയിം മാർക്സ് കിട്ടും. അപ്പോൾ ബയോട്ട് സവാർട്സ് ലോ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ബയോട്ട് സവാർട്സ് ലോൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് എ സർക്കുലർ കോയിൽ ക്യാരിയിങ് കറണ്ട്. അതിൻ്റെ ഒരു സർക്കുലർ കറണ്ട് ക്യാരിയിങ് കോയിലിൻ്റെ സെൻറ്ററിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ബയോട്ട് സവാർട്സ് ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെയൊക്കെ വലിയ ഡെറിവേഷൻസ് ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് അതൊന്നും പഠിക്കാൻ വരുന്നില്ല. സോ അതിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. B ഈക്വൽ ടു μ0 Ni/2R. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്.
ഇവിടെ n എന്താണ്? നമ്പർ ഓഫ് ടേൺസ്. ആ കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് എത്ര ടേൺസ് നമ്പർ ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും n. അടുത്ത ലോ ആണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. എന്താണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ? Ampere's circuital law states that the line integral of the magnetic field B around a closed loop is mu0 times to the total current. എന്താണ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്? ഇതെന്തുപോലെയാണ് നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ ഒരു ക്ലോസ്ഡ് ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ എന്തിന് ഈക്വലാണ്? mu0 ടൈംസ് ഓഫ് കറണ്ട്, ടോട്ടൽ കറണ്ട്. mu0 ടൈംസ് ടോട്ടൽ കറണ്ട് ഒന്നിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ആണ്, ബിക്കോസ് അത് ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു mu0 I. ഇതാണ് ആംപിയർ സർക്യൂട്ടൽ ലോ. ഇതെന്താണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്സിൻ്റെ ആ ചാപ്റ്ററിൽ വരുന്ന ഗോസസ് ലോൻ്റെ അതേ സെയിം പോലെയുള്ള ഒരു ലോ ആണ് ആംപിയർ സർക്യൂട്ടൽ ലോ വരുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ കേസിൽ ഗോസസ് ലോ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ കേസിൽ ആംപിയർ സർക്യൂട്ടൽ ലോ ആണ്. അവിടെ നമ്മൾ എന്ത് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു mu0 I ആണ് പഠിച്ചത്. അവിടെയോ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു mu0 ബൈ എപ്സിലോൺ 0 അതാണ് നമ്മൾ പഠിച്ചിരുന്നത്. Q ബൈ എപ്സിലോൺ 0 ആണ് നമ്മൾ പഠിച്ചത്. നമുക്ക് ആംപിയർ സർക്യൂട്ടൽ ലോൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് ക്യാരിയിങ് കറണ്ട്. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, നല്ല നീളമുള്ള ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ മേലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ? mu0 I ബൈ 2πr ആണ്. പിന്നെ ഒരു സോളിനോയിഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ ഇക്വേഷൻ എന്താ? B ഈക്വൽ ടു mu0 ni ബൈ 2 ഇതാണ് വരുന്നത്. ഇതാണ് ഒരു സോളിനോയിഡിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? B ഈക്വൽ ടു mu0 ni ബൈ 2. മാഗ്നറ്റിസത്തിൽ വരുന്ന ആംപിയർ സർക്യൂട്ടൽ ലോൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ ഓഫ് മാഗ്നറ്റിസം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് സോളിനോയിഡ്. ഒരു സോളിനോയിഡിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഒരു സോളിനോയിഡ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ നീളത്തിൽ ഇങ്ങനെ വരുന്നത്, അതിൽ ഒരു പാർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്താ? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു mu0 n I L. L ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ ബി എൽ ഈക്വൽ ടു mu0 n I L, ബി ഈക്വൽ ടു mu0 n I. രണ്ട് എല്ലുകളും ക്യാൻസൽ ചെയ്ത് പോകും. അതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് സോളിനോയിഡ് എന്താണ്? ബി ഈക്വൽ ടു mu0 n I. അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ടോറോയിഡ്. എന്താണ് ടോറോയിഡ്? എ ടോറോയിഡ് ഈസ് എ ബേസിക്കലി ആൻ എൻലെസ് സോളിനോയിഡ്. ഒരു അവസാനമില്ലാത്ത സോളിനോയിഡിനെയാണ്, ഇൻഫിനിറ്റ്ലി നീണ്ടു കിടക്കുന്ന സോളിനോയിഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ടോറോയിഡ് എന്ന് പറയുക. വിച്ച് മേ ബി ഫോംഡ് ബൈ ബെൻഡിങ് എ സ്ട്രൈറ്റ് സോളിനോയിഡ് ടു ആസ് ടു ഗിവ് ഇറ്റ് എ സർക്കുലർ ഷേപ്പ്. അത് എങ്ങനെ ഫോം ചെയ്തതാണ്? ഒരു സ്ട്രെയിറ്റ് സോളിനോയിഡിനെ ബെൻഡ് ചെയ്തുകൊണ്ട് സർക്കുലർ ഷേപ്പിലാക്കിയിട്ടുള്ളതിനെയാണ് നമ്മൾ ടൊറോയിഡുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ ഒരു ടൊറോയിഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ബി ഡി എൽ ഈക്വൽ ടു mu0 ni കൊടുക്കുക. അത് സർക്കുലർ ഷേപ്പ് ആയതുകൊണ്ട് ഡി എൽ എന്തായിരിക്കും? 2πr വരും.
2πr. B equal to μ0 ni. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് μ0ni/2πr. അപ്പോൾ ടൊറോയിഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ? B equal to μ0ni/2πr. അടുത്തത് ഇലക്ട്രോമാഗ്നറ്റിക്സ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദെയർ സ്ട്രെങ്ത്. ഇലക്ട്രോമാഗ്നറ്റ്സും അവയുടെ സ്ട്രെങ്ത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. സ്ട്രെങ്ത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി സോളിനോയിഡ്. ഒരു സോളിനോയിഡിൻ്റെ ഒരു യൂണിറ്റ് ലെങ്ത്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് നമുക്ക് കോൺസെപ്റ്റ്സ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മൂവിങ് ചാർജ് മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ചാർജിലുണ്ടാകുന്ന ഫോഴ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് വി സ്ട്രെച്ച് ദി forefinger, the central finger at the thumb of our left hand right angles to the each other and hold them in such a way that the forefinger points the direction of magnetic field and the central finger points the direction of motion of positively charged particles, then the thumb will be pointed in the direction of Lorentz force. എന്താണ് ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പും ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും, അതായത് തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും കൂടി നമ്മൾ പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഫോർ ഫിംഗർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെയും സെൻട്രൽ ഫിംഗർ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ, അതായത് കറണ്ടിൻ്റെ ഡയറക്ഷനും തമ്പ് ഫോഴ്സിൻ്റെ ഡയറക്ഷനുമാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ അതാ ഫിഗർ കൊടുത്തിട്ടുണ്ട്. FBI എന്താണ്? തള്ളവിരൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനും ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും നടുവിരൽ എന്താണ്? കറണ്ടിൻ്റെ ഡയറക്ഷനുമാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. അത് വെച്ചിട്ട് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? F = Q × V × B. എന്താണ്? F = QVB sin θ എന്ന് എഴുതാം. എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൻ്റെ ഇക്വേഷൻ? ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വരുന്നത്, ഒരു മൂവിങ് ചാർജിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അനുഭവപ്പെടുത്തുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് F = QVB sin θ. അടുത്തത് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. യൂണിഫോം ആയിട്ട് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മേലുണ്ടാക്കുന്ന ഫോഴ്സാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ വയേഴ്സ് ക്യാരിയിങ് കറണ്ട്, അതായത് 2 പാരലൽ വയേഴ്സ് ക്യാരി ചെയ്യുന്ന കറണ്ടുകൾ തമ്മിലുള്ള ഫോഴ്സാണ് നോക്കുന്നത്. മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ് പറയുന്നത്? 2 ചാർജ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഉണ്ടാക്കുന്ന മോഷൻ ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് മോഷൻ ഇൻ ഇലക്ട്രിക് ഫീൽഡിൽ വരുന്ന മോഷനാണ് F = ma. A = F/m. F എന്താണ്? ഫോഴ്സിൻ്റെ ഇക്വേഷൻ. F = ma, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ A = F/m. അപ്പോൾ ഫോഴ്സ് എന്താ? QE.
അപ്പോൾ എ ഈക്വൽ ടു ക്യു ഇ ബൈ എം വരും. വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. എ എന്താ കിട്ടിയ ക്യു ഇ ബൈ എം ഇൻറ്റു ടി. ക്യു ഇ ബൈ എം ടി, അപ്പോൾ യു പ്ലസ് ക്യു ഇ ബൈ എം ഇൻറ്റു ടി. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനിൽ പഠിച്ചതാണ്. അതാണ് അതിൻ്റെ വെലോസിറ്റീൻ്റെ ഇക്വേഷൻ വരുന്നത്. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിലോ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. നമുക്ക് എൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ക്യു ഇ ബൈ എം കൊടുക്കാം. യു ടി പ്ലസ് ഹാഫ് ക്യു ഇ ബൈ എം ഇൻറ്റു ടി സ്ക്വയർ ആണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ വരുന്നത്. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ എന്താണ് മോഷൻ വരുന്നത്? എഫ് ഈക്വൽ ടു ക്യു ഇ ബി സൈൻ തീറ്റ ആണ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. അപ്പോൾ തീറ്റയും എഫും 0 ആണെന്നുണ്ടെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ മൂവ് അലോങ് ദി സ്ട്രെയിറ്റ് ലൈൻ വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്. ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ സ്ട്രെയിറ്റ് ലൈനിൽ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇഫ് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രിയും അവ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയും ഫോഴ്സ് മാക്സിമം ആണെന്നുണ്ടെങ്കിൽ അവയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളിൻ്റെ അനുസരിച്ചായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ വരിക. വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് വി ആൻഡ് ബി. അത് വെലോസിറ്റിയുടെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആൻഡ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ മൂവ് അലോങ് എ സർക്കുലർ പാത്ത് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ആൻഡ് ഫ്രീക്വൻസി. ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഒരു സർക്കുലർ പാത്തിൽ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലും ഫ്രീക്വൻസിയിലും അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി മൂന്നാമത്തെ കേസ് എന്താ? ഇഫ് തീറ്റ നോട്ട് ഈക്വൽ ടു 0, നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി, then the velocity of charged particle will be v sin theta perpendicular to the field and v cos theta parallel to the field. v sin theta ആണെങ്കിൽ എന്തായിരിക്കും? അത് ഫീൽഡിന് പെർപെൻഡിക്കുലറും v cos theta ആണെങ്കിൽ അത് ഫീൽഡിന് പാരലലും ആയിരിക്കും. The particle therefore moves along the helical path. അതുകൊണ്ട് ആ പാർട്ടിക്കിൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഒരു ഹെലിക്കൽ പാത്തിലാണ് അത് മൂവ് ചെയ്യുന്നത്. തീറ്റ 90 അല്ല 0 അല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഹെലിക്കൽ പാത്തിൽ മൂവ് ചെയ്യും. ഓരോ ഇതിനെ നമ്മൾ ഓരോ പിച്ച് എന്നാണ് പറയുന്നത്. അടുത്തത് സൈക്ലോട്രോൺ. എന്താണ് സൈക്ലോട്രോൺ? അത് ഒരു സൈക്ലോട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ഹൈലി ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഒരു ആക്സിലറേറ്റിംഗ് ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ സൈക്ലോട്രോൺ യൂസ് ചെയ്യുന്നത്. ഓസിലേറ്ററും ഇവിടെ ഒരു സൈക്ലോട്രോണിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ വി ഈക്വൽ ടു 1/t 1/2πr ബി ക്യു 2πm ആണ്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, അത്ര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കൊന്നുമല്ല. അടുത്തത് കറണ്ട് ലൂപ്പ് ആസ് എ ഡൈപോൾ. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഡൈപോളിൽ വെച്ചാൽ എന്താവും നോക്കാം. എ കറണ്ട് carrying coil behaves like a magnetic dipole having north and south poles. ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഡൈപോൾ പോലെ ബിഹേവ് ചെയ്യും. അപ്പോൾ വൺ ഫേസ് ഓഫ് ദി പോൾ ബിഹേവ്സ് ആസ് നോർത്ത് പോൾ വൈൽ അതർ ബിഹേവ്സ് ആസ് സൗത്ത് പോൾ. ഒരു പോള് നോർത്ത് പോളായിട്ടും മറ്റേ സൈഡ് സൗത്ത് പോളായിട്ടുമാണ് ബിഹേവ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്കൊരു ഡൈപോൾ പോലെ ഉണ്ടാവും, അവിടെ ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ടാവും. അപ്പോൾ ബി ഈക്വൽ ടു μ0 2I/πr² വരും. μ0 2IA/4πr³ μ0/4π × 2m/r³ ആണ് വരുന്നത്.
A current loop behaves as a magnetic dipole with magnetic moment M NIA. ഒരു കറണ്ട് ലൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? അതെ, മാഗ്നറ്റിക് ഡൈപോൾ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് മൊമെൻറ്റ് NIA ആയിട്ടാണ് വരുന്നത്. ലൈക്ക് ദ പോൾസ് ഓഫ് മാഗ്നറ്റിക് ഡൈപോൾ, ടു ഫേസസ് ഓഫ് എ കറണ്ട് ലൂപ്പ് ആർ സെപ്പറബിൾ. കറണ്ട് ലൂപ്പിൻ്റെ രണ്ട് ഫേസസും എന്താണ്? സെപ്പറബിൾ ആണ്. എ മാഗ്നറ്റിക് ഡൈപോൾ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബിഹേവ്സ് ദി സെയിം വേ ആസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വരുന്ന മാഗ്നറ്റിക് ഡൈപോൾ ഏതുപോലെയാണ്? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വരുന്ന ഇലക്ട്രിക് ഡൈപോളിൻ്റെ അതേപോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. എ മാഗ്നറ്റിക് ഡൈപോൾ ആൾസോ ഹാസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്സ് സിമിലാർ ടു ദി ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് ആൻ ഇലക്ട്രിക് ഡൈപോൾ. എന്താണ്? ഒരു മാഗ്നറ്റിക് ഡൈപോളിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിന് ചുറ്റുമായിട്ട് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് പോലെ തന്നെ ഇലക്ട്രിക് ഡൈപോളിൽ ഇലക്ട്രിക് ഫീൽഡ് അനുഭവപ്പെടുന്നത് പോലെ തന്നെ ഒരു മാഗ്നറ്റിക് ഡൈപോളിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡും അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കറണ്ട് ലൂപ്പിൽ വരുന്ന ടോർക്ക് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് അനുഭവപ്പെടുത്തുന്ന ടോർക്ക് എന്തായിരിക്കും? ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫോഴ്സ് എന്താണ്? BL ആണ്. BILB സൈൻ തീറ്റയാണ് ടോർക്കിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗാൽവനോമീറ്റർ. എന്താണ് ഒരു ഗാൽവനോമീറ്റർ? ഇലക്ട്രിക് കറണ്ട്, ഒരു സർക്യൂട്ടിലുള്ള ഇലക്ട്രിക് കറണ്ടിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലുള്ള ഇലക്ട്രിക് കറണ്ടിനെ ഡിറ്റക്റ്റ് ചെയ്യാനാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. എന്താണ് ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത്? എ കറണ്ട് ക്യാരിയിങ് കോയിൽ വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ടോർക്ക്. നമ്മൾ ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും? ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിനെയാണ് ഇതാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഗാൽവനോമീറ്ററിൻ്റെ ഫിഗർ, ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വരുന്ന ഒരു മാഗ്നറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ എന്തുണ്ട്? ഒരു സോഫ്റ്റ് അയൺ കോർ കൊടുത്തിട്ടുണ്ട്. രണ്ടിലും ഒരു കോയിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പോയിൻ്റർ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താണ്? പെർമനൻറ്റ് മാഗ്നറ്റ് ആണ് വരുന്നത്. അവയിൽ രണ്ടിലും എന്താണ്? യൂണിഫോം റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് വരുന്നത്. അതെന്താണ്? ആ ഒരു സോഫ്റ്റ് അയൺ കോറിൻ്റെ റേഡിയലി ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നതും അതിൻ്റെ പുറത്തോട്ടും അതുപോലെ തന്നെയാണ് പോകുന്നത്. ഒരു സ്കെയിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ഗാൽവനോമീറ്ററിൻ്റെ ഫിഗർ വരുന്നത്. ഇത്രേ ഉള്ളൂ ഗാൽവനോമീറ്ററിൽ പഠിക്കാൻ. ആൻ അമ്മീറ്റർ ആൻഡ് എ വോൾട്ട് മീറ്റർ. നമ്മളുടെ എന്തായിട്ടുണ്ട്? ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്? അമ്മീറ്ററിനെയും വോൾട്ട് മീറ്ററിനെയും കുറിച്ചാണ് പഠിക്കാനുള്ളത്. ടു കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻ ടു അമ്മീറ്റർ. നമുക്ക് എന്ത് ചെയ്യാം? ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണ് നമ്മളൊരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? എ ലോ റെസിസ്റ്റൻസ് വയർ ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ. ഒരു ലോ റെസിസ്റ്റൻസ് വയർ എന്ത് ചെയ്യുക? പാരലായിട്ട് കണക്ട് ചെയ്താൽ, ഗാൽവനോമീറ്ററിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററാക്കി മാറ്റാം.
ചെറിയ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് എന്നാണ് പറയുക. ആ ചെറിയ റെസിസ്റ്റൻസിനെ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയും. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? റേഞ്ച് ഓഫ് ദി അമ്മീറ്ററിൻ്റെ റേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്താണ് അമ്മീറ്റർ നമുക്ക് ഒരു ഗാൽവാനോമീറ്ററിനെ എങ്ങനെ അമ്മീറ്റർ ആക്കാം എന്ന് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ലോ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? പാരലായിട്ട് കണക്ട് ചെയ്യുക. ഒരു ഗാൽവാനോമീറ്ററിൽ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ലോ റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഗാൽവാനോമീറ്ററിനെ അമ്മീറ്ററായിട്ട് മാറ്റാം. അടുത്ത എന്താണ്? ഇവിടെ അതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഗാൽവാനോമീറ്ററിൽ എസ് എന്ന് വരുന്ന ഒരു ഷണ്ട് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിനെ ഒരു അമ്മീറ്ററായിട്ട് മാറ്റിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് വോൾട്ട് മീറ്റർ നോക്കാം. കൺവേർട്ട് എ ഗാൽവാനോമീറ്റർ ഇൻറ്റു എ വോൾട്ട് മീറ്റർ ബൈ കണക്റ്റിംഗ് എ ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് ദി ഗാൽവാനോമീറ്റർ കോയിൽ. എന്താണ്? ഹൈ റെസിസ്റ്റൻസിനെ ഗാൽവാനോമീറ്ററിൽ ഒരു ഹൈ റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗാൽവാനോമീറ്ററിനെ വോൾട്ട് മീറ്ററാക്കി മാറ്റാം. കൺഫ്യൂസ് ആവരുത്. ഒരു ഷണ്ട് റെസിസ്റ്റൻസിനെ പാരലായിട്ട് ഗാൽവാനോമീറ്ററിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അമ്മീറ്റർ ഉണ്ടാക്കാം. ഒരു ഹൈ റെസിസ്റ്റൻസിനെ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗാൽവാനോമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം? വോൾട്ട് മീറ്ററായിട്ടും കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഗാൽവാനോമീറ്ററിനെ വോൾട്ട് മീറ്ററായിട്ടും അമ്മീറ്ററായിട്ടും കണക്ട് ചെയ്യാനുള്ള മാറ്റാനുള്ള കാര്യം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വോൾട്ട് മീറ്ററും അമ്മീറ്ററും നമുക്ക് എങ്ങനെ ഒരു ഗാൽവാനോമീറ്ററിൽ നിന്ന് ഉണ്ടാക്കാം. എന്തായിരുന്നു ഗാൽവാനോമീറ്റർ? ഇലക്ട്രിക് കറണ്ട്, ഒരു സർക്യൂട്ടിൽ വരുന്ന ഇലക്ട്രിക് കറണ്ടിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് ഗാൽവാനോമീറ്റർ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ടോർക്ക് പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു കറണ്ട് ലൂപ്പ് ആസ് എ ഡൈപ്പോളായാണ്ട് പിന്നെ സൈക്ലോട്രോൺ പറഞ്ഞു. സൈക്ലോട്രോൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന ഫോഴ്സിൻ്റെ മോഷനുകളെ കുറിച്ച് നമുക്ക് 3 കേസസ് ആയിട്ട് പറഞ്ഞു. θ0 വരുന്നതും θ90 വരുന്നതും അതുപോലെ തന്നെ θ90യും 0യും അല്ലാതെ വരുന്നതും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഫോഴ്സിൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, യൂണിഫോംലി കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ വരുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറഞ്ഞു. ഇമ്പോർട്ടൻറ്റ് റൂളാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫോഴ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. F=QEB sin θ എന്ന ഇക്വേഷൻ കണ്ടുപിടിച്ചത്. എന്തായിരുന്നു ഫ്ലെമിങ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറഞ്ഞത്? ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ 4 ഫിംഗറും സെൻട്രൽ ഫിംഗറും തമ്പും നമ്മൾ എന്ത് ചെയ്യുക? പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും സെൻട്രൽ ഫിംഗർ കറണ്ടിൻ്റെ ഡയറക്ഷനും തമ്പ് ഫോഴ്സിൻ്റെ ഡയറക്ഷനുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത്? ഇലക്ട്രോമാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്ത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ലെങ്ത് ഓഫ് സോളിനോയിഡ്. ഒരു സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ടൊറോയിഡിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് സോളിനോയിഡിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് പഠിച്ചു. സാധാരണ ഒരു സോളിനോയിഡിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് പഠിച്ചു. ഇൻഫിനിറ്റി ലോങ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ വരുന്നൊരു മാഗ്നറ്റിക് ഫീൽഡ് പഠിച്ചു. പിന്നെ നമ്മൾ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ലോ. എന്തായിരുന്നു ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് μ0 ടൈംസ് ഓഫ് ടോട്ടൽ കറണ്ട് I. എന്താണ്?
ഇൻ്റഗ്രൽ ബി ഡി എൽ ഈക്വൽ ടു μ0 I എന്നാണ് നമ്മൾക്ക് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചതായിരുന്നു ബയോട്ട് സവാർട്ട്സ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അനദർ ഇമ്പോർട്ടൻ്റ് ലോ ആണ് ബയോട്ട് സവാർട്ട്സ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷനും. എന്താണ് ബയോട്ട് സവാർട്ട്സ് ലോ പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ബി ഡ്യൂ ടു ആൻ കറണ്ട് എലമെൻറ്റ് ഡെൽറ്റ എൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ ലെങ്ത് ഓഫ് ദി എലമെൻറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ഓഫ് ഒബ്സർവേഷൻ പോയിൻറ്റ് പി ഫ്രം ദി കറണ്ട് എലമെൻറ്റ് ഡെൽറ്റ എൽ and directly proportional to the angle between the element and the line joining the element to the observation point. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് ബയോട്ട് സവാർട്ട്സ് ലോൻ്റെ ഫുൾ ഇക്വേഷനിലുണ്ട്. ഡെൽറ്റ B0 പ്രൊപ്പോർഷണൽ ടു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയാലോ μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. അതിൻ്റെ ആപ്ലിക്കേഷൻസും നമ്മൾ പഠിച്ചു വെക്കണം. അടുത്തത് ഇലക്ട്രിസിറ്റിയുടെയും മാഗ്നറ്റിസത്തിൻ്റെയും ബേസിക് കോൺസെപ്റ്റ് പറഞ്ഞു. പിന്നെ മാഗ്നറ്റിക് ഫീൽഡും പിന്നെ ഒരു മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചു. കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചു. എല്ലാം ഈസി ആയിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പിന്നെ ഡയറക്റ്റീവ് പ്രോപ്പർട്ടിയും അട്രാക്റ്റീവ് പ്രോപ്പർട്ടിയും വേറെ വേറെ പഠിച്ചു. ഇത്രയാണ് നമുക്ക് മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. നന്നായിട്ട് പഠിക്കുക. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.